ഹലോ ഫ്രണ്ട്സ്, നാരങ്ങ അച്ചാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് പറയൂ എങ്ങനെയുണ്ട് എന്ന്. സ്പെഷ്യൽ നാരങ്ങ അച്ചാർ. നാരങ്ങ ഒരു 2 kg ഉണ്ട് കേട്ടോ. നാരങ്ങ അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല സ്റ്റീമറിലിട്ടിട്ട് ആവി കയറ്റാൻ പോവുകയാണ്. ഇഡ്ഡലി പാത്രത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായി ആവി കയറ്റി ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ കയറ്റിയിട്ടോ, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. 4 പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്കിതിൽ ഉപ്പും കായപ്പൊടിയും ചേർത്തിട്ട് മാറ്റി വയ്ക്കണം. എല്ലാം കട്ട് ചെയ്ത് റെഡിയായി. അതിൽ നല്ല കല്ലുപ്പ് ചേർക്കുകയാണ്. കൂടാതെ കായപ്പൊടി ഒരു 1.5 സ്പൂണ് ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കതൊരു ഭാഗത്ത് അതങ്ങനെ വെള്ളം ഒക്കെ ഉപ്പിൻ്റെ വെള്ളം എല്ലാം നന്നായി ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഒരു ദിവസം വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഞാൻ ബിരിയാണി മസാല എല്ലാട്ടും ഉണ്ടാക്കണത്. ഇത് നിങ്ങൾ ചേർത്ത് നോക്കൂ, എന്നിട്ട് പറയൂ. 5-6 ഏലക്ക ഉണ്ട്, 4 ഗ്രാമ്പു. ഇതെല്ലാം നന്നായി ചൂടാക്കുകയാണ്. ഞാൻ ഒരു പാത്രം തന്നെ യൂസ് ചെയ്യാണ്. ഇതിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ ഞാൻ എല്ലാം വറുത്ത് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഒരു പാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിൽ 5-6 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ ഉലുവയും 2 സ്പൂൺ കടുകും ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇത് നമുക്ക് മസാലയ്ക്കുള്ളതാണ് കേട്ടോ. മസാലപ്പൊടിയാണ്, നമ്മുടെ അച്ചാറിലേക്കുള്ള മസാലപ്പൊടി. നന്നായി ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നല്ലെണ്ണ, ഒരു 1/2 കപ്പോളം നല്ലെണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒരു നന്നായിട്ട് ഒന്ന് പച്ച ചുവ മാറി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട. അപ്പോൾ നന്നായി വറുത്ത് കോരുക. വെളുത്തുള്ളി വറുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം മാറ്റിയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി കൂടെ ഇതേപോലെ വറുത്തെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും എല്ലാം വറുക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. അതും ഇതേപോലെ ഞാൻ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നാണ്ട് മാറ്റി കിട്ടേ വേണ്ടുള്ളൂ. അതും വറുത്ത് കോരിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും വറുത്തെടുക്കാം. പച്ചമുളകായാലും നല്ല അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടണ്ടേ, എല്ലാം അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറി കിട്ടേ വേണ്ടുള്ളൂ. അങ്ങനെ എല്ലാം വറുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ആ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കടുകും കറിവേപ്പിലയും ബാക്കി പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് പച്ചച്ചോയ മാറ്റിയെടുക്കണം. കടുക്, കറിവേപ്പില, ആ സെയിം എണ്ണ, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും വറുത്ത് കോരിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത്. ആ ഒരു രുചി, ആ ഒരു ടേസ്റ്റ് ആ എണ്ണയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് കറിവേപ്പിലയും കടുകും പൊട്ടിച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 4 സ്പൂണോളം മുളക് പൊടി. നിങ്ങൾക്ക് കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ 6, 7, 8 സ്പൂണ് വരെ നിങ്ങൾക്ക് ചേർക്കാം. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി കഴിഞ്ഞതുകൊണ്ട് ഞാൻ നോർമൽ മുളക് പൊടി ആയതുകൊണ്ട് 3 സ്പൂണോളെ ചേർത്തിട്ടുള്ളൂ. 3-4 സ്പൂണ്. അതിലേക്ക് നമ്മുടെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസ് നമ്മുടെ ഈ മിക്സിലേക്ക് നന്നായി ചേർത്ത് യോജിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ആഡ് ചെയ്യണം. പൊടിച്ച് വെച്ചതാണ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത മസാലക്കൂട്ട്. ഫ്രൈ ചെയ്തത് അങ്ങനെ പൊടിച്ച് ഫുള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിതിൽ അച്ചാർ ഇത്തിരി കൂടുതലുണ്ട്, അത് കാരണം ഞാനത് ഫുള്ള് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് എത്രയാണോ നിങ്ങൾ എടുക്കണം അതിനനുസരിച്ച് മസാല ചേർക്കാം.
അങ്ങനെയെല്ലാം നന്നായിട്ട് നല്ല സ്മെല്ലാട്ടോ, അടിപൊളി സ്മെല്ലാണ്. അതാണ് ഇതിൻ്റെത്. ഈ നാരങ്ങ അച്ചാറിന് ആ ഗ്രാമ്പു ഏലയ്ക്കും ചേർത്തുകൊണ്ട് നല്ല സ്മെല്ലാണ്. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതിലേക്ക് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ എത്ര ഉപ്പിട്ടാലും നാരങ്ങയിൽ ഉപ്പ് കൂടില്ല. പിന്നെ നമ്മളുടെ പഞ്ചസാര, ഉപ്പും പഞ്ചസാരയും കയ്പ്പിനെ ബാലൻസ് ചെയ്യാൻ, ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ അതിന് ശേഷം അതിലേക്ക് നമ്മൾ വിനീഗർ ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എൻ്റെ അത് പോയി, എനിക്കത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. ഞാനത് എടുത്തില്ല തോന്നുന്നു, ഫോൺ ഓണാക്കാൻ മറന്നു. വിനീഗറും കൂടി ചേർത്തിട്ട് കണ്ടോ, ഈ വെള്ളം കൂടി ഇത് കണ്ടോ, വിനീഗറും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ദേ നന്നായി തിളപ്പിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാറ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാൽ റെഡി ആവുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും